ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുന്നു. VS അനു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അനു, ആദ്യമായി സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എ പത്മകുമാറിന്റെ കാലത്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ചോദ്യം ചെയ്യൽ എപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? സമയം മുമ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്ന് അന്വേഷണ സംഘം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നു. രാവിലെ അവിടെ നിന്നും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഈ പറയുന്ന പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പത്മകുമാറിന്റെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആണ് തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ്. ADGP H വെങ്കടേഷ്, അതായത് ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിന്റെ നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ മൊഴി നൽകിയ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ പറഞ്ഞ ദേവസ്വം മുൻ കമ്മീഷണർ വാസു ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന പത്മകുമാറിനെതിരായിട്ടുള്ള മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ദേവസ്വം ഉദ്യോഗസ്ഥരും പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. കാരണം ഉണ്ണികൃഷ്ണ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിലടക്കം ബോർഡിൻ്റെ അറിവുണ്ടായിരുന്നു. അന്ന് ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് ഇക്കാര്യങ്ങളൊക്കെ അറിയാം എന്നതായിരുന്നു അന്ന് ദേവസ്വം ജീവനക്കാർ നൽകിയ മൊഴി. ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പത്മകുമാറിന് ഇതുമായി ബന്ധപ്പെട്ട പങ്കുണ്ട് എന്നുള്ള സംശയം തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഭരണസമിതിക്ക് പങ്കുണ്ട് എന്ന N വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം എഴുതിയിരുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ, ഈ ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് കടന്നാൽ സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകും. കാരണം ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ CPIMൻ്റെയും നോമിനിയാണ് പത്മകുമാർ. അങ്ങനെയുള്ള പത്മകുമാറിൻ്റെ മൊഴിയെടുക്കൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. അതേസമയം അറസ്റ്റിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിന്റെ പങ്കിനെ കുറിച്ച്, സംസ്ഥാന സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട വീഴ്ചയെക്കുറിച്ച് ഒക്കെ കൂടുതൽ ചർച്ചയാകുവാൻ ഇടയാക്കും. എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത എത്രമാത്രമാണ് അനു? നിലവിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് സഹിതമാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്നത്. അത് നേരത്തെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് എല്ലാ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ആണ് ചോദ്യം ചെയ്യൽ. നേരത്തെ അറസ്റ്റിലായ പ്രതികളടക്കം നൽകിയ മൊഴികൾ പരിശോധിച്ചുകൊണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെ ഈ മൊഴി എടുക്കുന്ന അതേ സമയം തന്നെ മൊഴി പരിശോധിക്കാൻ ഒരു ടീം ഉണ്ട്. ഏതായാലും ഇപ്പോൾ വളരെ നിർണായകമായ ചോദ്യം ചെയ്യലാണ് പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനം, നമുക്കറിയാം ഇപ്പോൾ CPIM എന്ന പാർട്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഒരു നിലയിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പത്മകുമാറിൻ്റെ മൊഴിയെടുക്കലും അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ തരത്തിൽ കാര്യങ്ങൾ നീങ്ങും. ഏതായാലും വളരെ നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടക്കുന്നത്. VS അനു ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.